ആറാട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. എന്റെ ഫ്രണ്ടാണ് ആൽബിൻ. എനിക്ക് കുറച്ച് ക്വാളിറ്റി ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. ഫിലോസഫിയെ കുറിച്ചും അതിനകത്ത് ഇൻട്രസ്റ്റ് ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. ആദ്യം ചെയ്ത ഹാഫ് സ്റ്റോളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ചാനലുകളിൽ ചെയ്തു. ഇപ്പോൾ ഓൺ എയറിലും മാപ്സിലൊക്കെ ചെയ്യും. പുള്ളി MSc ഇലക്ട്രോണിക്സ് പഠിച്ചു. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ MBA പഠിച്ചു. അങ്ങനെ വായിക്കുന്ന ആളും കുറച്ച് ഇന്റർനാഷണൽ ടച്ചുള്ള ആളാണ്. ആക്ടിങ്ങിലൊക്കെ ആക്ടിങ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. വിവരമുള്ള ആളാണ്. ആക്ടിങ്ങിന്റെ കാര്യമാണ്. ഇപ്പം ഇന്റലക്ച്വൽ സൈഡ് ഓൾറെഡി സന്തോഷമായിട്ട് പറഞ്ഞത്. ഞാൻ 2 ഷോർട്ട് ഫിലിമിലാണ് ഇപ്പൊ അഭിനയിക്കുന്നത്. ഒന്ന് എല്ലാം ഏട്ടന്റെ ഫാൻസാണ്. 2 ഷോർട്ട് ഫിലിമായിട്ടുള്ള അഭിനയിക്കുന്നത്. ഒന്നിന്റെ പേര് ചാറ്റൽ മഴ എന്നാണ്. പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം വരുന്നത് പോക്കറ്റ് മണി എന്നാണ് ഇപ്പം പേരിട്ടിരിക്കുന്നത്. പിന്നെ ഒരു വെബ് സീരീസ് വരുന്നുണ്ട് ലബി എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കോട്ടയം സൈഡാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഹോപ്പ്ഫുള്ളി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. മെത്തേഡ് ആക്ടിംഗ് ആണോ നാച്ചുറൽ ആക്ടിംഗ് ആണോ? എനിക്ക് ആക്ച്വലി മെത്തേഡ് ആക്ടിങ് ഫിലിം സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. നമുക്ക് നാച്ചുറൽ ആക്ടിങ് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഈ നാച്ചുറൽ ആക്ടിങ് ശരിക്കും ചെയ്യുമ്പോഴായി മോഹൻലാൽ ഒരു ഭയങ്കര ടാലന്റ് ഉള്ള മനസ്സിലാവും. പക്ഷെ മോഹൻലാൽ മെത്തേഡും വരും. രണ്ടും പറ്റും. ഡീപ് സൈക്കോളജിക്കലായിട്ട് ഇൻവോൾവ്മെന്റ് വേണ്ടടുത്ത് നമുക്ക് മെത്തേഡ് ആക്ടിങ്. ഇപ്പൊ ഒരു അക്കാഡമിക് ഫിലിംസ് അല്ലേ ഇപ്പൊ ഈ ഏതാ ഇപ്പൊ വാനപ്രസ്ഥ അല്ലെങ്കിൽ അംബേദ്കർ അതുപോലെ മൂവീസിനെല്ലാം മെത്തേഡ് ആക്ടിങ്ങുമാണ്. ബാഹുബലിക്ക് മെത്തേഡ് ആക്ടിങ് കിട്ടും. അങ്ങനത്തെ ഫിലിംസ് ഏറ്റവും കൂടുതൽ ചെയ്ത മമ്മൂട്ടിയാണ്. മെത്തേഡ് ആക്ടിങ് ഏറ്റവും ഒരുപാട് ആർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊമേഴ്സ് പാട് ചെയ്യുമ്പോൾ കൂടുതൽ നാച്ചുറൽ ആക്ടിങ് ആണ്. മോഹൻലാൽ രണ്ടും പറ്റും. പക്ഷെ ആർട്ട് ഫിലിംസ് ചെയ്ത് കുറവാണ്. മമ്മൂട്ടിക്ക് നാച്ചുറൽ പറ്റില്ല, മറ്റത് മാത്രമേ പറ്റൂ. സന്തോഷേട്ടന്റെ ഇന്റലക്ച്വൽ ഇന്റർവ്യൂസ് ഒരു സീരീസ് വരുന്നുണ്ട്. ഒന്ന് ഓൺ എയർ മീഡിയ കേരള എന്ന ഓൺലൈൻ ചാനലിൽ വരുന്നുണ്ട്. പിന്നെ മാപ്സ്റ്റിക് മീഡിയ എന്നുള്ള ഓൺലൈൻ ചാനൽ വരുന്നുണ്ട്. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ വി ആർ അറ്റ് കാക്കബൽ അല്ലേ? കാക്കബൽ ഇൻ ലുലുമാൾ എടപ്പള്ളി. നമ്മൾ ഫിലോസഫിയുടെ എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്, എസ്തെറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നു. വേറെ ഡിസ്കസ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതിന്റെ ഓഡിയൻസും കുറച്ച് കുറവാണ്. പക്ഷെ ഇങ്ങനത്തെ സ്റ്റൈൽ പലർക്കും അറിയില്ല. മിക്കവരും മുമ്പിൽ ആറാട്ടൻ കോമാളിയായിട്ട് അറിയാം. ആറാട്ടൻ കോമാളിയാണ്. സന്തോഷ് വർക്കിന് ആളുകൾ പലർക്കും അറിയില്ല.